ഈ യുവരാജ് ഗോകുൽ ദേശീയപാത പണിയുന്നത് ദേശീയപാത അതോറിറ്റി കരാർ നൽകിയ വിവിധ കരാർ കമ്പനികളാണ്. ദേശീയപാതയുടെ ഡിസൈൻ അത് NHAIയുടേതാണ്. ടെൻഡർ കൊടുത്തിട്ടുള്ളത് NHAI ആണ്. സൂപ്പർവിഷൻ നടത്തുന്നത് NHAI നിയോഗിച്ചിട്ടുള്ള എഞ്ചിനീയർമാരാണ്. സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൻ്റെതാണ്. പൂർണ്ണമായും ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളത് NHAIയുടെ കീഴിലാണ്. അവർ കരാർ കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ പണിയുന്നത് എന്ന് മാത്രമല്ല, കരാർ കിട്ടിയിരിക്കുന്ന കമ്പനികളൊക്കെ വളരെ പ്രശസ്തമായ കമ്പനികൾ തന്നെയാണ്. ഏതെങ്കിലും കുഴപ്പമുള്ള കമ്പനികളെ ഈ ടെൻഡർ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല. ഇവിടെ തകർന്ന പാത തന്നെ KNR കൺസ്ട്രക്ഷൻസ് വലിയ കമ്പനിയാണ്, ഈ മേഖലയിൽ പരിചയസമ്പത്തുള്ള കമ്പനിയാണ്. അപ്പോൾ NHAI പണിയുന്ന പാതയിൽ ഈ കുഴപ്പമുണ്ടായാൽ സമാധാനം വേറെ ആരോടും ചോദിക്കണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്കും പറയാനുള്ളത്. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡ് പണിയുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടങ്ങളിൽ ഒന്നായിട്ട് ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നുകൊണ്ടിരിക്കുന്ന, നോർത്ത് ഈസ്റ്റിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് 97,000 കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയിലെ ഹൈവേകളുടെ ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് 1,45,000 മുകളിലേക്കാണ്. മാർച്ച് 2023 വരെയുള്ള, ഇപ്പോൾ വീണ്ടും 2 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള കണക്ക് ലഭ്യമല്ല. അതായത് സ്വതന്ത്ര ഭാരതം കണ്ടതിൻ്റെ ഏതാണ്ട് 50% വർക്ക് എക്സ്ട്രാ കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 65 വർഷം കൊണ്ട് 65 വർഷം കൊണ്ട് നടന്നതിൻ്റെ പകുതിയോളം വർക്ക് വീണ്ടും വെറും 10 വർഷങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ കംപ്ലീറ്റ് ഹൈവേക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടല്ല. ഞാൻ പറഞ്ഞത് അല്ലെന്ന് അഭിലാഷ് ചോദിച്ച ചോദ്യം, ഇതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നാണ്. തീർച്ചയായിട്ടും ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്ന 200 മീറ്ററിൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ പറയുന്ന പോലെ തന്നെ അതിനകത്ത് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ കുറച്ച് നേരത്തെ ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ്, ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അവരുടെ ഒരു എക്സ്പ്ലനേഷനും കൂടി വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ടെക്നിക്കലി ഉണ്ടായിരിക്കുന്ന ഇഷ്യൂ ആണോ അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാവുന്നിടത്തോളം ഇപ്പം ഞാനും പരിശോധിച്ച അതാണ്, ഈ പറയുന്ന വിവിധ റീച്ചുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോയിടത്തും ഓരോ റീച്ചുകൾ, ഇപ്പോൾ തലപ്പാടി ചെങ്കാല ഊരാളുങ്കൽ സൊസൈറ്റിയാണ്, ചെങ്കല നീരേശ്വർ ക്ലൗഡ് എഞ്ചിനീയറിംഗ് ആണ്, ഇങ്ങനെ ഓരോ റീച്ചുകൾ ഓരോ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനികൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണോ, ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അഴിമതി സംഭവിച്ചിട്ടുണ്ടോ, അവർ കൃത്യമായിട്ട് പ്രൊപ്പോർഷണലിലല്ല മെറ്റീരിയൽസ് ചേർത്തത്, അതുകൊണ്ടാണോ അത് ഒഴിഞ്ഞു മാറി പറ്റിയിരിക്കുന്നത്, അല്ല അവർ സോയിൽ ടെസ്റ്റ് നടത്തിയെടുത്ത് അവർക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ബേസിക്കലി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പർട്ടിക്കുലർലി ഈ വിഷയം കണ്ടുവരുന്നത് നോർത്ത് കേരള ഭാഗത്താണ്. എനിക്ക് തോന്നുന്നു സൗത്ത് കേരളയും നോർത്ത് കേരളയും തമ്മിൽ ജോഗ്രഫിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ കുന്നുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബലക്ഷയമുള്ളതാണ്. അതുപോലെ തന്നെ വയലിലൂടെ ആയിരിക്കും പലതും കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് അത്രത്തോളം ബലത്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമുക്കത് പരിശോധിക്കേണ്ടത് കാര്യമാണ്.